കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചത് നമ്മളെ നീതീകരിക്കുന്ന വിശ്വാസത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചാണ്. ഏത് വിശ്വാസത്താലാണ് എബ്രഹാം നീതീകരിക്കപ്പെട്ടത്, അതേ വിശ്വാസത്താലാണ് ദൈവം നമ്മളെ നീതീകരിക്കുന്നതെന്നും ആ വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ എന്തെന്നും ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പങ്കുവച്ചത്. അതുപോലെ നമ്മൾ കണ്ടൊരു കാര്യമാണ്, ഈ വിശ്വാസം നമുക്ക് സ്വയമായി നമ്മുടെ പ്രേരണയാലോ അല്ലെങ്കിൽ നമുക്ക് സ്വയമായി ഉണ്ടായി വരുന്നൊരു കാര്യമല്ല എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ വിശ്വാസം നമുക്ക് സ്വയം ഉണ്ടാകാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പോൾ ഈ ലോകത്തിന്റെ ദൈവം, അതായത് സാത്താൻ, പിശാച്, എല്ലാ അവിശ്വാസികളുടെയും മനസ്സ് കുരുടാക്കിയിരിക്കുകയാണ്. അവർക്കാർക്കും ഈ സുവിശേഷം വെളിപ്പെട്ട് കിട്ടാതിരിക്കാൻ. അപ്പം ലോകത്തിലുള്ള ഒരു മനുഷ്യർക്കും ഈ സുവിശേഷം സ്വയമേ മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. എന്താണ് ഇന്ന് ലോകത്തിൽ ആർക്കും ഈ സുവിശേഷം മനസ്സിലാക്കാൻ കഴിയാത്തത്? അതുപോലെ തന്നെ 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 12-ന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 1 കൊരിന്ത്യർ ലേഖനം 12-3, ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല, പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളിലില്ലാതെ ഒരു മനുഷ്യനും സുവിശേഷത്തിൽ വിശ്വസിക്കുവാനോ അവന്റെ യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുവാനോ കഴിയുന്നതല്ല. എന്നാൽ നമുക്ക് ചുറ്റിനും പല ആൾക്കാരെയും കാണാം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പല തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തുവിൽ അനേകർ വിശ്വസിക്കുന്നു. പക്ഷെ നമുക്ക് നോക്കിയാൽ ബൈബിൾ പ്രകാരമുള്ളൊരു ജീവിതം, ഒരു രക്ഷാകരമായ ഒരു ജീവിതം ഇവരിൽ ആരിലും കാണാൻ കഴിയത്തില്ല. അപ്പൊ അനേകർ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, പക്ഷെ വിശ്വസിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്കൊരു രക്ഷാകരമായ ജീവിതം കാണാൻ കഴിയുന്നില്ല. കാരണം അവരുടെ വിശ്വാസം വെറും വിശ്വാസമാണ്. ആ രക്ഷാകരമായ അല്ലെങ്കിൽ ദൈവം നീതീകരിച്ച ആ യഥാർത്ഥമായ ഒരു വിശ്വാസം അല്ല. അപ്പൊ ആ വിശ്വാസം എങ്ങനെ വരുന്നു? നമുക്ക് മത്തായിയുടെ സുവിശേഷം അതിന്റെ 7-ന്റെ 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തും പറയും. ഈ വാക്യത്തിന്റെ ഇതിന്റെ 21-ൽ പറയുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ തന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തും പറയും. അപ്പം ഇവിടെ ഒരു അറിഞ്ഞിട്ടില്ല, ദൈവം അറിയുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ദൈവം അവരെ അറിയുന്നില്ലേ? ദൈവം സകല സൃഷ്ടികളെ അറിയുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന അറിവ് എന്ന് പറഞ്ഞാൽ ദൈവം അവരെ ആത്മീകമായി അറിയുന്നില്ല എന്നുള്ള രീതി. അതായത് ആ ഒരു സ്പിരിച്വൽ നോയിങ്, അത് ദൈവത്തിന് ഇവരോടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ സ്പിരിച്വൽ നോയിങ്, ആത്മീക അറിവ് നമുക്കും ദൈവത്തോടില്ല, ദൈവത്തിനും നമ്മളോടില്ല. അങ്ങനെ അറിയണമെങ്കിൽ ഒരു ലിങ്ക് വേണം നമ്മളും ദൈവമായിട്ട് തമ്മിൽ. അതെന്താണെന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇവർ വിശ്വസിക്കുന്ന വിശ്വാസം, കർത്താവെന്ന് വിളിക്കുന്ന വിശ്വാസം, അവർ ആത്മീകമായിട്ടല്ല, അവർ ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലുള്ള ആൾക്കാരും ദൈവത്തെ വിളിക്കുന്നത് പോലെ ഒരു വിളിയാണ്. അപ്പോൾ അവരെ ദൈവം അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആരാണ് ദൈവത്താൽ അറിയുന്നവർ, അല്ലെ ദൈവം അറിയുന്നവർ? യോഹന്നാന്റെ സുവിശേഷം 10-27 മുതലുള്ള വാക്യം, നിങ്ങളോ എന്റെ ആടുകളുടെ ഉള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അവയെ ഞാൻ അറിയുന്നു, അവ എന്റെ ശബ്ദം കേൾക്കും. ഇപ്പൊ രണ്ടും കൂടെ പരസ്പരം അറിയുന്നുണ്ട്. ആടുകൾ, പിതാവായ ദൈവത്തിന്റെ മക്കളായ തന്റെ ആടുകൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അറിയുന്നു, ഞാൻ അവയെ അറിയുന്നു. അപ്പോൾ ഇവിടെ പരസ്പരം അറിയുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആടുകൾ, അവരാണ് ദൈവത്തെ അറിയുന്നവർ. റോമലേഖനം 8-14 പറയുന്നു,
ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പോൾ ദൈവം നടത്തുന്ന തന്റെ ആടുകൾ ദൈവത്തിന്റെ മക്കളാകുന്നു. അവർ ദൈവത്താൽ ജനിച്ചവരാകുന്നു. അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഇനി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ദൈവത്തെ അറിയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 17-ന്റെ 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. നീ അവന് നൽകിയിട്ടുള്ളവർ എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പോൾ ക്രിസ്തുവിനെ അറിയുന്നത് നിത്യജീവൻ ആകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന പുത്രനായ ക്രിസ്തുവിനെയും അറിയുന്നത് നിത്യജീവനാകുന്നു. അപ്പോൾ ക്രിസ്തുവിനെ അറിയുന്നത് നിത്യജീവനാകുന്നു എന്ന് പറയുമ്പോൾ ആ അറിവ് ആ ജീവനാൽ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ദൈവത്തെ അറിയുന്നത് എങ്ങനെയാണ്? അവന്റെ ജീവനാലാണ് അറിയുന്നത്, നിത്യജീവനാലാണ് അറിയുന്നത്. യേശുക്രിസ്തുവിനെ അറിയുന്നതും തന്നെ അയച്ച പിതാവിനെ അറിയണമെങ്കിലും അവന്റെ ആത്മാവ് വേണം, അവന്റെ ജീവൻ വേണം, ദൈവത്തിന്റെ ജീവൻ വേണം. അതുകൊണ്ടാണ് യഹൂദന്മാർക്ക് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ കഴിയാഞ്ഞതും തന്നെ അയച്ച പിതാവിനെയും ആത്മീകമായി അറിയാൻ കഴിയാഞ്ഞതും ഇന്ന് ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ദൈവത്തെ, ക്രിസ്തുവിനെയും പിതാവിനെയും അറിയാൻ കഴിയാത്തത്, ദൈവത്തെ അറിയാൻ കഴിയാത്തത് ഈ ജീവൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ദൈവത്തെ പറ്റി അറിയാതിരുന്ന നമ്മൾ ദൈവത്തെ അറിയുന്നത് അവന്റെ പുത്രനായ ക്രിസ്തു നമുക്ക് തരുന്ന ജീവനിലൂടെയാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത്. അപ്പോൾ ഈ അറിവാണ് നമുക്ക് ഫെയ്ത്ത് കൊണ്ടുവരുന്നത്. അതെങ്ങനെയെന്ന് ഞാൻ തുടർന്ന് പറയാം. അതിനു മുമ്പ് ദൈവത്തെ പറ്റി ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഉള്ള പൊതുവായ വെളിപ്പാടാണ്. അതായത് ദൈവം എന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ദൈവത്തെ പറ്റി പൊതുവായ ആത്മാവില്ലാത്തവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആർക്കും, ലോകത്തിലെ ഏത് മനുഷ്യർക്കും മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തെ പറ്റി പൊതുവായ ചില വെളിപ്പാടുകൾ അത് മനസ്സിലാക്കാൻ കഴിയും. അത് റോമാലേഖനം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യത്തിൽ പൗലോസ് അതിനെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ലോകത്തിലുള്ള സകല മതങ്ങളും സകല വിശ്വാസ സംഹിതകളും ദൈവത്തെ പറ്റി അവർ വിശ്വസിക്കുന്ന ആ വിശ്വാസ സംഹിതകൾ അല്ലെങ്കിൽ അതിന്റെ രീതി അതെല്ലാം ഈ വെളിപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ ഈ കോമൺ റെവലേഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. 18 മുതലുള്ള വാക്യം, റോമലേഖനം 1-18 മുതലുള്ള വാക്യം. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ലോകത്തിലുള്ള ഏത് മനുഷ്യർക്കും ഈ ദൈവത്തിന്റെ ഈ വക സ്വഭാവങ്ങൾ അറിയാം. അവന്റെ നിത്യശക്തി, ദൈവം നിത്യനാണ് എന്നറിയാം. ദൈവത്തിന് നിത്യശക്തിയുണ്ട്, എറ്റേണൽ പവർ. അവന്റെ നിത്യശക്തിയെ പറ്റി അറിയാം. ദിവ്യത്വമായ അവന്റെ സ്വഭാവം, ദിവ്യൻ നേച്ചർ. അവൻ ദിവ്യനാണ്, അവൻ നീതിയുള്ളവനാണ്. തെറ്റ് കണ്ടാൽ ശിക്ഷിക്കുന്ന ദൈവമാണ്. ആര് തെറ്റ് കണ്ടാലും ദൈവം ശിക്ഷിക്കും എന്നുള്ളത് ലോകത്തിലെ എല്ലാ വിശ്വാസികൾക്കും, ലോകത്തിലെ ഏത് മനുഷ്യർക്കും, ദൈവത്തെ വിശ്വസിക്കുന്ന ഏത് മനുഷ്യർക്കും ദൈവത്തെ പറ്റിയുള്ള വെളിപ്പാടാണ്. അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ, ദൈവം അദൃശ്യനാണ്, ദൈവത്തെ ആർക്കും ഒരു നാളും കാണാൻ കഴിയില്ല. ഈ 3 വെളിപ്പാടുകൾ നമ്മൾ ലോകത്തിലെ ഏത് മതങ്ങളിൽ നോക്കിയാലും ഏതിന്റെ അടിസ്ഥാനം ഈ 3 വെളിപ്പാടുകളായിരിക്കും. ഒന്ന്, ദൈവത്തിന്റെ നിത്യശക്തി. ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിയും. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം എന്ത് തരും, എല്ലാം എനിക്ക് തരുന്ന ദൈവം, എന്നെ ദുഷ്ടന്മാരിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം, എന്നെ അപകടം പറ്റാതെ സംരക്ഷിക്കുന്ന ദൈവം, ദൈവത്തിന്റെ എറ്റേണൽ പവർ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മളുടെ ഇടയിൽ പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിലും ഇന്ന് ബന്ധക്കോസുകാരുടെ ഇടയിലും ഈ 3 വെളിപ്പാടുകളാണ്, അല്ലെങ്കിൽ ഇന്ന് ക്രിസ്തീയ വിശ്വാസികൾ എന്ന് പറയുന്ന വിശ്വാസികൾക്കിടയിൽ കാണാൻ കഴിയുന്ന ഈ 3 വെളിപ്പാടുകൾ മാത്രമാണ്. ദൈവത്തെപ്പറ്റി ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഈ 3 വെളിപ്പാട് കൊണ്ടാണ് നമ്മൾ പലരും വിശ്വാസികളും ജീവിക്കുന്നത്. എന്നാൽ വേദനാജനകമായ ഒരു കാര്യം, ഇത് നമുക്ക് ആത്മാവുള്ളവർക്ക് മാത്രമല്ല, ലോകത്തിലെ ഏത് ആൾക്കാർക്കും ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ഈ 3 കാര്യങ്ങൾ. എന്താണ്? ദൈവത്തിന്റെ എറ്റേണൽ പവർ, നിത്യശക്തി, ദിവ്യത്വമായ അവന്റെ സ്വഭാവം. അതായത് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും എന്നുള്ള ദൈവത്തിന്റെ സ്വഭാവമാണെന്ന് എല്ലാവർക്കും അറിയാം. അദൃശ്യ ലക്ഷണം, അതായത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ദൈവത്തെ കാണാൻ കഴിയുകയില്ല എന്നുള്ളതും. ഈ 3 കാര്യങ്ങൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ദൈവമില്ല എന്ന് ഒരിക്കലും പറയാതിരിക്കേണ്ടതിനു വേണ്ടി ദൈവം സകല മനുഷ്യരുടെയും ദേഹിയിൽ ഇങ്ങനെയൊരു നോളജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ലോക സൃഷ്ടി, ഈ ലക്ഷണങ്ങൾ, ഈ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ
ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ല. അപ്പൊ ദൈവത്തിനെ നമ്മൾ ലോകത്തിലെ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു സൃഷ്ടാവായ ദൈവം ഇതിന്റെ പുറകിലുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ദൈവം നീതിമാനാണെന്ന് നമ്മുടെ ഉള്ളിൽ നമുക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ പൊതുവായ വെളിപ്പാടാണ് അത്. ദൈവത്തെ പറ്റിയുള്ള ദൈവം നീതിമാനാണ് എന്നുള്ളതും പൊതുവായ വെളിപ്പാടാണ്. ഈ വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ലോകത്തിലുള്ള സകല മതങ്ങളും നിലനിൽക്കുന്നത്. ഇത് ദൈവത്തെ പറ്റി പൊതുവായി സർവ്വ മനുഷ്യർക്കും വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ നേച്ചറാണ്. പക്ഷെ ഇത് ദൈവത്തിന്റെ ഹൃദയം അറിയുവാൻ നമ്മളെ സഹായിക്കുന്നതല്ല. ദൈവം ആരെന്ന് അറിയുവാൻ നമുക്ക് സഹായിക്കുന്നതല്ല. ദൈവത്തിന്റെ ആഗ്രഹം എന്തെന്ന് അറിയുവാൻ നമ്മളെ സഹായിക്കുന്നില്ല. ദൈവത്തിന്റെ ആഗ്രഹം എന്തെന്ന് അറിയണമെങ്കിലും ദൈവത്തിന്റെ ഹൃദയം എന്തെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ദൈവത്തിന്റെ ജീവൻ വേണം. ഈ ദൈവത്തിന്റെ ജീവനില്ലാതെ നമുക്ക് ദൈവത്തോട് അടുക്കുവാനോ ദൈവത്തിനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുവാനോ കഴിയുന്നതല്ല. അല്ലാതെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെല്ലാം നമ്മളുടെ ചിന്തകളോടും നമ്മളുടെ ഊഹങ്ങളോടും നമ്മുടെ ഫിലോസഫിയോടുമായിരിക്കും, ദൈവത്തോടായിരിക്കത്തില്ല. ദൈവത്തിന്റെ ജീവനുള്ളവർക്കേ ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവത്തിന്റെ ആത്മാവുള്ളവർക്കേ കഴിയുകയുള്ളൂ. ആദിമ മനുഷ്യനായ ആദാം പാപം ചെയ്തതോടുകൂടിയാണ് ഈ ജീവൻ, ദൈവത്തിന്റെ ജീവൻ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടത്. മനുഷ്യൻ ജീവനുള്ള ദേഹിയായിരുന്നു. പക്ഷെ അവൻ പാപം ചെയ്തതോടുകൂടി അവന് ആത്മമരണം സംഭവിക്കുകയും അവനുള്ളിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുകയും അവൻ മരണത്തിന്റെ കീഴിലാകുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ അവന്റെ ദൈവത്തിന്റെ ജീവൻ അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. നമുക്കറിയാം, ആദാമിലൂടെയാണ് സകല മനുഷ്യരും ജനിക്കപ്പെട്ടത്. എല്ലാവരും ഈ ജഡീക ആദാമായ ആ ആദാമിന്റെ സന്തതികളാണ്. ഇപ്പൊ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഒരു ജഡപ്രകാരമുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം ആദാമിൽ നിന്നാണ്. അപ്പോൾ ആദാമ് ജഡീകനായതുകൊണ്ട് നമ്മൾ എല്ലാവരും ജഡീകന്മാരാണ്. നമ്മൾ ആ ജന്മത്തിന്റെ കീഴിലുള്ളവന്മാരാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ജീവനില്ല, ദൈവത്തിന്റെ ജീവനില്ല. അപ്പൊ ദൈവത്തിന്റെ ജീവനില്ലാത്തതുകൊണ്ട് നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയുന്നില്ല. അറിയാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് ദൈവത്തെ യഥാർത്ഥമായി വിശ്വസിക്കാനും കഴിയത്തില്ല. അപ്പോൾ നമ്മൾ യഥാർത്ഥമായി ദൈവത്തെ വിശ്വസിക്കണമെങ്കിൽ, വ്യക്തിപരമായി ദൈവത്തോട് ബന്ധം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഈ ജീവൻ വേണം. ഈ ജീവനാണ് നമ്മുടെ ഉള്ളിൽ രക്ഷാകരമായ, നമ്മളെ നീതീകരിക്കുന്ന ഒരു വിശ്വാസം, യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്കുള്ള ഒരു വിശ്വാസം നമ്മളിൽ കൊണ്ടുവരുന്നത്. അതായത് ഇന്നു മുതൽ യേശുക്രിസ്തുവാണ് എന്റെ യജമാനൻ, ഞാൻ അവന്റെ അടിമയാണ്, ഞാൻ അവനെ വിശ്വസിക്കുന്നു, അവനാണ് ഇനി എന്റെ ലൈഫ് തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് എന്നെ എത്തിക്കണമെങ്കിൽ എന്റെ ഉള്ളിൽ ഈ ദൈവിക ജീവൻ വേണം, ദൈവത്തിന്റെ ആത്മാവിന്റെ ജീവൻ വേണം. ഈ ജീവനാണ് എനിക്കൊരു ഫസ്റ്റ് നോയിങ് എക്സ്പീരിയൻസ് തരുന്നത്. ദൈവത്തെ അറിയാൻ എനിക്ക് എന്റെ കണ്ണുകളെ തുറക്കുന്നത് ഈ ജീവനാണ്. എന്റെ ഉള്ളിൽ വന്ന ഈ ജീവൻ എന്റെ കണ്ണുകളെ തുറക്കുകയും ഞാൻ ദൈവത്തെ കാണുകയും ആണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് എനിക്കൊരു ഫസ്റ്റ് നോയിങ് എക്സ്പീരിയൻസ് ദൈവത്തെ പറ്റി ഉണ്ടാകുന്നത്. എല്ലാ മനുഷ്യർക്കും. കാരണം എല്ലാ മനുഷ്യരുടെയും കണ്ണ് കുരുടാണ്. പിശാച് അവരുടെ എല്ലാം കണ്ണ് കുരുടാക്കിയിരിക്കുകയാണ്. ദൈവം അവരുടെ ഉള്ളിൽ തന്റെ ജീവനാൽ ഈ കണ്ണുകളെ തുറക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും പലരും വിചാരിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറഞ്ഞ ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത്, അതായത് ചുമ്മാ കണ്ണടച്ച് വിശ്വസിക്കും. അങ്ങനെ ഒരിക്കലുമല്ല. ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. അതായത് നമ്മുടെ ആന്തരികമായി, ആത്മീയമായി നമ്മൾ കാണുന്നുണ്ട്. ആ കാഴ്ചയിലാണ് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നത്. ആണ് ക്രിസ്തു ക്രൂശിൽ ചെയ്തതെന്നും ആന്തരികമായി കാണുകയും ആന്തരികമായി മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ വിശ്വാസം നമ്മളിൽ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഈ ജീവൻ പ്രാപിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് ബൈബിളിൽ വീണ്ടും ജനനം എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ജനനം എന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥമായ വിശ്വാസം വരുന്നതിന് ഒരു വലിയ കാരണമായ കാര്യമാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ട് നമ്മൾ ക്രിസ്തുവിന്റെ ജീവനാണ് പ്രാപിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ക്രിസ്തുവിന്റെ ജീവൻ പ്രാപിക്കുന്നതിലൂടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തുവിന്റെ ജീവൻ പ്രാപിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരും കൂടെ ആകുകയാണ്. കാരണം ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായതുകൊണ്ട് അതേ പുത്രന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മളെയും ഈ പുത്രത്തിന്റെ കീഴിലേക്കാണ് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം 8:16 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് പുത്രത്വത്തിന്റെ ആത്മാവാണ് എന്ന് പറയുന്നത്. ഗലാത്യ ലേഖനം 3:14 അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. കഴിഞ്ഞ വീഡിയോയിൽ പങ്കുവെച്ചാണ് അബ്രഹാമിന്റെ അനുഗ്രഹം എന്താണ്? പുത്രത്വമാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം ഇസ്ഹാക്കിലൂടെ, അതായത് വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്ക്, അത് ക്രിസ്തുവാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ആ ക്രിസ്തുവിലൂടെ അനേക സന്തതികളാണ്. അപ്പോൾ എബ്രഹാമിന്റെ അനുഗ്രഹം ആയ ആ സന്തതികളിലേക്ക് ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി നമ്മളും വരുന്നത് തന്റെ ആത്മാവിനാലാണ്, പുത്രന്റെ ആത്മാവിനാലാണ്. ആത്മാവാണ് നമ്മളെ ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി, ദൈവത്തിന്റെ പുത്രന്മാരായി ആക്കുന്നത്, ആ അവകാശത്തിലേക്ക് കീഴിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ പുത്രൻ അറിയുന്ന പോലെ ഒരു അറിവിലേക്കാണ് ഒരു വിശ്വാസി
എത്തിച്ചേരുന്നു. ഇത് ഒരു പ്രോഗ്രസീവായുള്ള അറിവാണ്. ഒരാൾ വിശ്വസിക്കുന്ന നിമിഷം മുതൽ പുത്രൻ അറിയുന്ന പോലെ ആ യഥാർത്ഥമായ അറിവ് ഉണ്ടാകണമെന്നല്ല. ഒരു ശിശുവിനെ പോലെയാണ് ആദ്യമേ ഇരിക്കുന്നത്, പിന്നെ ഒരു യൗവനക്കാരനായും ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ പക്വതയിലേക്കുമാണ് ഒരു വിശ്വാസി വളരുന്നത്. അപ്പോൾ ഒരു വിശ്വാസിയുടെ ആദ്യ കാലയളവിലുള്ള വിശ്വാസം ഒരു ഒരു ശൈശവമായ ഒരു രീതിയിലായിരിക്കും. പക്ഷെ ആ വിശ്വാസം യഥാർത്ഥമായ വിശ്വാസമായിരിക്കും. ഇത് വിശ്വാസം എന്ന് പറയുന്നത് അത് ബൈബിൾ അടിസ്ഥാനങ്ങളെ ബന്ധപ്പെടുത്തിയുള്ള, ക്രിസ്തുവിന്റെ രക്ഷയുടെ അടിസ്ഥാനങ്ങളെ ബന്ധപ്പെടുത്തിയുള്ള വിശ്വാസമായിരിക്കും ആ ഒരു ആദ്യ കാലയളവിൽ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞാൽ പതിയെ പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക്, ക്രിസ്തു ജീവിക്കുന്ന ഒരു പക്വതയുടെ, മെച്യൂരിറ്റിയുടെ തലത്തിലേക്ക് വളരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ക്രിസ്തുവിന്റെ ജീവനുള്ളവർക്ക് മാത്രമേ ദൈവത്തെ വിശ്വസിക്കാൻ, നിത്യജീവനുള്ളവർക്ക് മാത്രമേ ദൈവത്തെ അറിയുവാനും വിശ്വസിക്കുവാനും കഴിയുകയുള്ളൂ. വീണ്ടും പ്രാപിക്കുന്ന പ്രോസസ്സിനെയാണ് വീണ്ടും ജനനം എന്ന് വിളിക്കുന്നത്. എന്താണ് വീണ്ടും ജനനം എന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദീമോസ് എന്നു പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടി ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദീമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവാൽ ജനിച്ചത് ആത്മാവാകുന്നു. അപ്പോൾ ഇവിടെയാണ് വീണ്ടും ജനനത്തെ പറ്റി കർത്താവ് നിക്കോദിമോസ് എന്ന പരീശനോട് സംസാരിക്കുന്നത്. യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ ഒരു നിക്കോദിമോസ് എന്ന് പറയുന്ന വ്യക്തിയോട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവ് പറഞ്ഞു, ഒരു പുത്രൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ വീണ്ടും ജനനം സംഭവിക്കണം എന്നാണ് പറയുന്നത്. ഈ വീണ്ടും ജനനം എന്താണ്? മുമ്പ് പറഞ്ഞു, ദൈവത്തിന്റെ ജീവൻ നമ്മളിൽ പ്രാപിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് വീണ്ടും ജനനം. നമ്മൾ പുതുതായി ജനിക്കുകയാണ്. നമുക്കൊരു ജഡീക ജനനമുണ്ട്. അത് ആദാമിന്റെ പാരമ്പര്യത്തിലുള്ള, എന്റെ പേര് അർജുൻ എന്നാണ്. എന്റെ അച്ഛന്റെ അമ്മയുടെയും പേര് ഗംഗ. അമ്മയുടെ പേര് ഗംഗ, അച്ഛന്റെ പേര് രാജേന്ദ്രൻ എന്നാണ്. അപ്പോൾ ഇതെന്റെ ജഡീകമായ ജനനമാണ്. പക്ഷെ എനിക്ക് ദൈവത്തെ പറ്റി അറിയണമെങ്കിലും, ദൈവത്തിൽ യഥാർത്ഥമായി വിശ്വസിക്കണമെങ്കിലും, ദൈവത്തിന്റെ ആത്മീയമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ ദൈവത്തിൽ നിന്ന് ജനിക്കണം എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ ഞാൻ ദൈവത്തിൽ നിന്ന് ജനിക്കണമെങ്കിൽ ആത്മാവിനാൽ ഒരു വീണ്ടും ജനനം, ഒരു പുതുജനനം എന്നിൽ ഉണ്ടാകണം. അത് ആത്മാവിനാലുള്ള ജനനമാണ്. ജഡത്തിൽ ജനിച്ചതെല്ലാം ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ഉയരത്തിൽ നിന്ന് ജനിക്കണമെന്നാണ് ഈ ഗ്രീക്കിൽ എക്സാക്ട്ലി ഇതിന്റെ ഒരു ട്രാൻസ്ലേഷൻ. അത് ഉയരത്തിൽ നിന്ന് ജനിക്കണമെന്നാണ്. ഇവിടെ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണമെന്നാണ് പറയുന്നത്. എന്താണ് ഈ വെള്ളത്താലും ആത്മാവിനാലുള്ള വീണ്ടും ജനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ആൾക്കാർ ഇതിനെപ്പറ്റി പറയുന്നത് നമ്മുടെ സ്നാനത്തെ പറ്റിയാണ് ആൾക്കാർ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത്, വെള്ളവും ആത്മാവും. പക്ഷെ സ്നാനമല്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം എന്നുള്ള വാക്യത്തില് നിക്കോദിമോസ് അവനോട് ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രയേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? അപ്പോൾ ഇസ്രയേലിന്റെ ഉപദേഷ്ടാവ് അറിയേണ്ട ഒരു കാര്യമാണ്. പഴയ നിയമത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന സ്നാനം പുതിയ നിയമത്തിൽ സംഭവിക്കുന്നതാണ്. അത് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതല്ല. അപ്പോൾ പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്ന സ്നാനം, പുതിയ നിയമത്തിലെ സ്നാനത്തെ പറ്റി നിക്കോദിമോസ് അറിയണമെന്നില്ല, നിർബന്ധമില്ല. അപ്പോൾ ഇവിടെ നിക്കോദിമോസ് അറിയേണ്ട പ്രധാനപ്പെട്ട പഴയ നിയമത്തിലുള്ള ഒരു പ്രമാണിയായ, യഹൂദന്മാരിലുള്ള ഒരു പ്രമാണിയായ, ബൈബിൾ പഠിപ്പിക്കുന്ന ഒരാൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു സ്നാനത്തെ പറ്റിയാണ് ഇവിടെ കർത്താവ് നിക്കോദിമോസിനോട് പറയുന്നത്. വേറെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത് യോഹന്നാൻ സ്നാപകൻ ഏൽപ്പിച്ച സ്നാനത്തെ പറ്റിയാണെന്ന്. ഒരിക്കലും അല്ല. യോഹന്നാൻ സ്നാപകൻ ഏൽപ്പിച്ച സ്നാനം രക്ഷാകരമായ ഒരു സ്നാനമല്ല. നമുക്ക് ബൈബിളിൽ കാണാം, യോഹന്നാൻ സ്നാപകൻ ഏൽപ്പിച്ച സ്നാനത്തെ ചെയ്തിട്ടും അപ്പൊ കർത്താവ് അവരോട്, പൗലോസ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. യോഹന്നാന്റെ സ്നാനം യഥാർത്ഥ രക്ഷാകരമായ സ്നാനത്തായിട്ടല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ സ്നാപകന്റെ സ്നാനം ഒരു പ്രോക്സിലേറ്റ് ബാപ്റ്റിസം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഒന്നിനു വേണ്ടി കാത്തിരിക്കുന്നത്, മറ്റൊന്നിലേക്ക് തിരിക്കുന്നത് എന്നൊക്കെയാണ്. അതായത് ക്രിസ്തുവിലേക്ക് തിരിക്കുന്നതും ക്രിസ്തുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതുമായ ഒരു സ്നാനമാണ് യോഹന്നാൻ സ്നാനം എന്ന് പറഞ്ഞത്. അതൊരു മാനസാന്തര സ്നാനമാണ്. അതൊരു ദൈവത്തിന്റെ രക്ഷാകരമായ സ്നാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതല്ല. അപ്പോൾ ഇത് യോഹന്നാൻ സ്നാപകൻ ചെയ്ത സ്നാനമല്ല,
അതുപോലെ തന്നെ ആം, പുതിയ നിയമത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ സ്നാനവുമല്ല. ഇത് പഴയ നിയമത്തിൽ ഒരു പ്രവചനമാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 36-ാം അധ്യായം 24 മുതലുള്ള വാക്യം. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. ഈ നിർമ്മല ജലം ആണ് വെള്ളം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നിർമ്മലരായി തീരും. നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. അപ്പോൾ ദൈവത്തിന്റെ ഒരു ക്ലെൻസിങ്, അതായത് ദൈവം ഒരു നിർമ്മല ജലം എന്ന് ഉദ്ദേശിക്കുന്നത് പലരും അത് വചനമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. കുഴപ്പമില്ല, വചനമായിട്ട് വ്യാഖ്യാനിക്കുന്നതുണ്ട്. പക്ഷേ മനസ്സിലാക്കുന്നത് ഇവിടെ ലിറ്ററലി വെള്ളം എന്ന് തന്നെ ദൈവം നടത്തുന്ന ഒരു ക്ലെൻസിങ്, ഒരു ശുദ്ധീകരണ പ്രവൃത്തിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ നിങ്ങളെ നിർമ്മല ജലം കൊണ്ട് തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ദൈവം നമ്മുടെ ഉള്ളിലെ എല്ലാ അശുദ്ധിയും നീക്കി നിർമ്മലീകരിക്കുന്ന ഒരു പ്രവൃത്തിയും അവന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കുന്ന ഒരു പ്രവൃത്തിയും ആയിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ കർത്താവ് പറയുന്നത്. വെള്ളത്താലും ആത്മാവിനാലും, നമ്മുടെ ഉള്ളിൽ ദൈവം നടത്തുന്ന ഒരു ശുദ്ധീകരണത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാതെ ഒരു മനുഷ്യന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ഒരു മനുഷ്യന് ദൈവത്തെ പറ്റി അറിയുവാനും അവന്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാനും കഴിയുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് വീണ്ടും ജനനം. വീണ്ടും ജനനം നടക്കാതെ ദൈവത്തെ വ്യക്തിപരമായി നമുക്ക് ആത്മാവിനാൽ അറിയാൻ കഴിയത്തില്ലെന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇത് തന്നെ തീത്തോസിന്റെ ലേഖനത്തില് പൗലോസ് പറയുന്നുണ്ട്. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 4 മുതലുള്ള വാക്യം. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്ര രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളാകി തീരേണ്ടതിന്. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് തന്നെ. അപ്പൊ ദൈവം നമ്മളെ രക്ഷിച്ചത് നാം ചെയ്ത ഏതെങ്കിലും നീതിപ്രവർത്തികൾ കൊണ്ടല്ല. 6 മുതലുള്ള വാക്യം. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ട പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും വാഷിംഗ് ഓഫ് റീജനറേഷൻ ആൻഡ് റിന്യൂവൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ രണ്ട് കാര്യങ്ങളാൽ, ഒരു വാഷിംഗ് ഓഫ് റീജനറേഷൻ, പുനർജനന സ്നാനം കൊണ്ടും ആത്മാവിന്റെ നവീകരണം കൊണ്ടും. ഇത് തന്നെയാണ് നമുക്ക് അവിടെ കർത്താവ് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ആത്മാവിനാലും വെള്ളത്താലും, ആത്മാവിന്റെ നവീകരണത്താലും വെള്ളത്തിന്റെ ശുദ്ധീകരണത്താലുമാണ് ഒരു മനുഷ്യനിൽ ദൈവം അവനെ നിത്യജീവന്റെ അല്ലെങ്കിൽ അവനെ രക്ഷിക്കപ്പെടുത്തുന്നത്, അവനെ രക്ഷപ്പെടുത്തുന്നത്, അവനെ വീണ്ടും ജനിപ്പിക്കുന്നത്. ഈ ഒരു പ്രോസസ്സാണ് ഒരു മനുഷ്യനെ വീണ്ടും ജനനത്തിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു പ്രോസസ്സാണ് ഒരു മനുഷ്യനെ വീണ്ടും ജനനത്തിൽ തുടർന്ന് അവനെ ആ ഒരു ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ പക്വതയിലേക്ക് വരെ എത്തിക്കുന്നിടം വരെ നടക്കുന്ന ഒരു കാര്യം. റീജനറേഷൻ ആൻഡ് റിന്യൂവൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിന്റെ നവീകരണവും ദൈവത്തിന്റെ ശുദ്ധീകരണ പ്രവൃത്തി. അപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുന്നു? എങ്ങനെ നമ്മൾ വീണ്ടും ജനിക്കും? നമ്മൾ ആത്മാവിനാലും വെള്ളത്താലുമാണ് വീണ്ടും ജനിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഇത് ദൈവത്താൽ ചെയ്യുന്നൊരു പ്രവൃത്തിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഇത് ദൈവമാണ് നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നത്. അപ്പോൾ ആത്മാവിനാലും വെള്ളത്താലും ദൈവമാണ് ചെയ്യുന്നത്. ഇത് എങ്ങനെ സംഭവിക്കുന്നു? 1 പത്രോസിന്റെ ലേഖനം 1:23. ഇടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവവചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. വചനത്തിന്റെ കേൾവിയാൽ വീണ്ടും ജനിച്ചിരിക്കുന്നു, വചനം കേട്ട് വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മളെല്ലാം അനേകർ വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ വീണ്ടും ജനിക്കുന്നില്ല. അപ്പോൾ വചനത്തിന്റെ കേൾവിയിൽ മാത്രമല്ല നമ്മൾ കാണാൻ കഴിയുന്നത്, വചനത്തിന്റെ കേൾവി ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവും കൂടെ പ്രവർത്തിച്ചിട്ട്, ആത്മാവ് അവന്റെ ഹൃദയത്തെ തുറന്നിട്ടാണ്. ലുദിയുടെ ഹൃദയം ദൈവം തുറന്നതുപോലെ അപ്പോൾ അവൾ വചനം കേട്ടതും അവൾ രക്ഷിക്കപ്പെട്ടതും പോലെ, അവൾ യേശുക്രിസ്തുവിന്റെ രക്ഷനെ സ്വീകരിച്ചതുപോലെ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ദൈവം തുറക്കുകയും അവന്റെ ഹൃദയത്തിലേക്ക് ഈ വചനം ചെല്ലുകയും അങ്ങനെയാണ് അവൻ യഥാർത്ഥ ജീവൻ പ്രാപിക്കുന്നത്, വീണ്ടും ജനനം പ്രാപിക്കുന്നത്. ജീവനാണ് അവനെ കൊണ്ട് ദൈവത്തെ പറ്റി അറിയിപ്പിക്കുന്നതും അവൻ ദൈവത്തിൽ വിശ്വസിക്കുവാനും കാരണമാകുന്നത്. എങ്ങനെയാണ് നമ്മൾ
ഈ ആത്മാവ് പ്രാപിക്കുന്നത്? ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ആത്മാവാണ് നമ്മളിൽ ഈ പ്രവൃത്തി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് ആത്മാവ് പ്രാപിക്കുന്നത്? പല ആൾക്കാരും ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചാലോ, തലയിൽ കൈവച്ച് ഏതെങ്കിലും ദേവദാസന്മാർ പ്രാർത്ഥിച്ചാലോ, അപ്പോസ്തല പ്രവൃത്തിക്കകത്തൊക്കെ നമുക്ക് ഈ ആത്മാവിനെ കൈവച്ച് പകരുന്നത്, പൗലോസ് പകരുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോസ്തലന്മാരുടെ കോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലിക ഉപദേശം ഇട്ട് കഴിഞ്ഞതോടെ നിൽക്കുകയാണ്. അപ്പോസ്തലിക ഉപദേശം ഇടുക എന്നുള്ളതാണ്. അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞാൽ മീനിങ് ആണ് യേശുക്രിസ്തു മുതൽ ഇങ്ങ് അപ്പോസ്തലന്മാർ വരെയും അപ്പോസ്തലിക ഉപദേശം ഇടുന്നതായിരുന്നു അവരുടെ ദൗത്യം. അവർ ഭൂമിയിൽ സഭ സ്ഥാപിക്കാൻ വന്നവരാണ്. ഭൂമിയിൽ അവർ സ്ഥാപിച്ച അപ്പോസ്തലിക ഉപദേശം അപ്പോസ്തലിക ഉപദേശം ഇട്ട് സഭ സ്ഥാപിച്ചു. ഇനി നമ്മൾ ഈ സഭയിലേക്ക് ആൾക്കാരെ ഉപദേശത്താലും വചനത്താലും പ്രവചനത്തിലും മറ്റു ശുശ്രൂഷകളാലും ശുശ്രൂഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോസ്തലിക അധികാരമുള്ളവർക്കായിരുന്നു ഈ ആത്മാവ് അവരിലൂടെ പകരപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ നമുക്ക് കൊർന്നല്യോസിന്റെ ഭവനം മുതൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 10:38 നമുക്ക് കാണാൻ കഴിയും, കൊർന്നല്യോസിന്റെ ഭവനത്തില് വചനം കേട്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഉള്ളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വരുന്നതും അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അവരെ പത്രോസ് സ്നാനപ്പെടുത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. ഗലാത്യ ലേഖനം 3:2 ഞാൻ ഇതൊന്നും മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. ആത്മാവ് പ്രാപിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞ് വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ എന്നുണ്ട്. വിശ്വാസത്തിന്റെ പ്രസംഗം കേൾക്കും, സുവിശേഷം കേൾക്കുന്നതിലൂടെയാണ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വരുന്നതെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ എങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് ഒരാളുടെ ഉള്ളിൽ വരുന്നത് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 3:8 നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ്, അല്ലെങ്കിൽ ആർക്കാണ് ദൈവത്തിന്റെ ആത്മാവ് വരുന്നത്? യോഹന്നാന്റെ സുവിശേഷം 3:8. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കാറ്റ് എന്നുള്ള ഇവിടുത്തെ ആ വേർഡ് ഗ്രീക്കിൽ ന്യൂമ എന്നാണ് പറയുന്നത്. അപ്പൊ ന്യൂമ എന്നുള്ള വേർഡ് ഗ്രീക്കിൽ കാറ്റ് എന്നും ആത്മാവെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നു. അപ്പൊ ആത്മാവിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മാവ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതായത് അതിനൊരു വില്ലുണ്ട്, അതിന് ഇഷ്ടമുണ്ട്. അതിന് പരിശുദ്ധാത്മാവിനൊരു വില്ലുണ്ട്, അതൊരു വ്യക്തിയാണ്, അതിനൊരു ഇഷ്ടമുണ്ട്. എന്താണ് ആ ഇഷ്ടം? പിതാവിന്റെ ഇഷ്ടമാണ്. അപ്പൊ ആത്മാവ് ഇഷ്ടം എന്ന് പറയുമ്പോൾ പിതാവിന്റെ ഇഷ്ടമാണ്, സ്വന്തം ഇഷ്ടമല്ല ചെയ്യുന്നത്. അപ്പൊ പുത്രനും പിതാവിന്റെ ഇഷ്ടമാണ്. പുത്രൻ പിതാവ് അയച്ചവരുടെ അടുത്തേക്കാണ്, പിതാവ് കണ്ടവരുടെ പോകുന്നത്. പരിശുദ്ധാത്മാവ് എന്താണ്? പിതാവ് മുന്നറിഞ്ഞവരുടെ അടുത്തേക്കാണ് പോകുന്നത്. ക്രിസ്തുവിൽ പിതാവ് മുന്നറിഞ്ഞവരുടെ അടുത്തേക്കാണ് പരിശുദ്ധാത്മാവ് ഇരുന്നത്. അപ്പോൾ അവർ സുവിശേഷം കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളെ തുറക്കുകയും അവരിൽ ഈ ജീവൻ കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വില്ലുണ്ട്, അത് പിതാവിന്റെ ഇഷ്ടത്തിനാണ് നീങ്ങുന്നത്. പിതാവ് ആരെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നോ, ആരെയാണോ മുന്നറിഞ്ഞ് അവരുടെ അടുത്തേക്ക് ഈ സുവിശേഷം എത്തുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളെ തുറക്കുകയും അവരുടെ ഉള്ളിൽ ഈ വചനം ജീവനാകുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ആത്മാവിന്റെ പ്രവൃത്തിയാണ്, ആത്മാവും വചനവും കൂടെ ചേർന്നുള്ള ഈ പ്രവൃത്തിയാണ് ഒരു മനുഷ്യനിൽ വിശ്വാസം, രക്ഷാകരമായ ഒരു വിശ്വാസം, ക്രിസ്തുവിൽ ഉള്ള യഥാർത്ഥ ഒരു വിശ്വാസം, നമ്മൾ അബ്രഹാമിൽ കണ്ട വിശ്വാസം, നീതീകരിക്കപ്പെടുന്ന വിശ്വാസം നമ്മളിൽ വരുന്നത് ഇങ്ങനെ ഒരു പ്രവൃത്തിയാലാണ്. ആത്മാവിന്റെ ഈ ഒരു പ്രവൃത്തിയാലാണ് നമ്മൾ ഈ വിശ്വാസം ജനിക്കപ്പെടുന്നത്. അതൊരു ഫസ്റ്റ് നോയിങ് എക്സ്പീരിയൻസിലൂടെയാണ്. അതായത് ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നു, ജീവൻ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ ദൈവത്തെ അറിയുകയും ആ അറിവ് നമ്മുടെ ഉള്ളിൽ വിശ്വാസം കൊണ്ടുവരികയും ചെയ്യുന്നു. റോമാലേഖനം 10:14 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാലം എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 7-ാമത്തെ വാക്യം, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. അപ്പോൾ വിശ്വാസം കേൾവിയാൽ വരുന്നുവെന്നും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലെന്നും പറയുന്നു. അപ്പോൾ കേൾവിയാലാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരും വിശ്വസിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുകൊണ്ട് തന്നെ പൗലോസ് റോമാലേഖനം 11:8 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും, ദൈവം അവർക്ക് ഇന്നുവരെ ഗാഠനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അവരുടെ മേശ അവർക്ക് കെണിയും കുടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടു പോകട്ടെ. അവരുടെ മുതുക് എല്ലായ്പ്പോഴും കുനിയിക്കണമേ
എന്ന് ദാവീദും പറയുന്നു. അപ്പോൾ ഇവിടെ ഇസ്രായേൽ ജനങ്ങളുടെ ഹൃദയത്തെ ദൈവം കഠിനപ്പെടുത്തിയിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനങ്ങളുടെ ഹൃദയത്തെ ദൈവം കഠിനപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വിശ്വസിക്കാത്ത എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങൾ കഠിനപ്പെട്ടിരിക്കുന്നു. പിശാചിനാൽ അവരുടെ കണ്ണ് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. സുവിശേഷത്തിന്റെ പ്രകാശനം അവരുടെ കണ്ണുകളിൽ കാണാതെ വണ്ണം അവർ മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നവർ, ദൈവം പ്രവർത്തിക്കുന്നവർ, അവന്റെ ആത്മാവ് ഉള്ളിൽ ചെന്ന് അവരുടെ ഹൃദയങ്ങളെ തുറക്കുകയും അവരുടെ ഉള്ളിലേക്ക് ഈ സുവിശേഷം എത്തപ്പെടുകയുമാണ്. അത് ജീവനായി മാറുകയും അവർ ദൈവത്തെ യഥാർത്ഥമായി അറിയുകയും അവരുടെ കണ്ണ് തുറക്കപ്പെടുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തുറക്കാതെ നമുക്ക് ഒരിക്കലും ഈ സുവിശേഷത്തിനെ വിശ്വസിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ശാസ്ത്രം. അപ്പോൾ വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കണം. കുരുടനായ മനുഷ്യൻ പറഞ്ഞതുപോലെ, ഒന്ന് മാത്രം എനിക്കറിയൂ, ഞാൻ കുരുടനായിരുന്നു. അവൻ പാപിയാണോ എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ കുരുടനായിരുന്നു, പക്ഷെ എനിക്കിപ്പോ കാണാൻ കഴിയും. ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും ക്രിസ്തുവിനെ എനിക്ക് കാണാൻ കഴിഞ്ഞത് അതൊരു അനുഭവം വ്യത്യസ്തമായിരുന്നു. അതുവരെയും ഞാൻ പ്രസംഗത്തിലൂടെ എല്ലാം ക്രിസ്തുവിനെ പറ്റി കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഉള്ളിൽ കാണാൻ കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥമായി എനിക്ക് കർത്താവിനെ ഒരു യഥാർത്ഥ വിശ്വാസത്തിൽ, ജീവന്റെ നിറവിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞത്. അത് കർത്താവ് നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു യഥാർത്ഥമായ വിശ്വാസത്തിലൂടെയാണ്. യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ തരുന്ന വിശ്വാസത്താലാണ്. നമുക്കറിയാം, ലോകത്തിലെ എല്ലാ കാഴ്ചകളും നമുക്ക് കാണണമെങ്കിലും വെളിച്ചം വേണം, അല്ലെ? വെളിച്ചം നമ്മുടെ കണ്ണിൽ പതിഞ്ഞിട്ടാണ്, ഒരു വസ്തുവിൽ ചെന്ന് പതിഞ്ഞിട്ടാണ് നമ്മളൊരു കാഴ്ച കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആത്മീകമായി കാണുന്നത് ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞു. സകല മനുഷ്യരുടെ ഉള്ളിലേക്കും ഈ വെളിച്ചം അവരുടെ കണ്ണുകളിൽ പതിയുകയും അതുവരെ അവരുടെ കണ്ണുകളിൽ പതിയാതിരുന്ന മനുഷ്യരുടെ ഉള്ളിലേക്ക് തന്റെ ആത്മാവിനാൽ ഈ വെളിച്ചം അവരുടെ ഉള്ളിലേക്ക് കടക്കുകയും അവരുടെ ആന്തരികമായ കണ്ണുകളെ തുറക്കുകയും അവർ ആന്തരികമായി കാണുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അവർ ദൈവത്തെ അറിയുന്നത്. ആത്മാവിനാലാണ്, ജീവനാലാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത്. ഈ അറിവാണ് നമ്മളിൽ എന്ത് ചെയ്യുന്നത്? ഫെയ്ത്ത് കൊണ്ടുവരുന്നത്. യഥാർത്ഥമായ കാഴ്ചയ്ക്ക് അപ്പുറമുള്ള ഒരു ജീവിതം നമ്മൾക്ക് ആശയ്ക്ക് വിരോധമായി ആശിക്കുവാനും കാണാത്ത കാര്യങ്ങളെപ്പറ്റി ഉയരത്തിലുള്ളത് തന്നെ കാംക്ഷിക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരു കാഴ്ചയാണ്. ഈ ഒരു കാഴ്ച കാണാത്തതുകൊണ്ടാണ് പല വിശ്വാസികളും ഇന്ന് അവരുടെ വിശ്വാസം വെറും വിശ്വാസമായതുകൊണ്ട്, അവരുടെ വിശ്വാസം ആത്മാവിനാൽ വീണ്ടുജന്മം അനുഭവിക്കാത്തതുകൊണ്ട്, അവരുടെ വിശ്വാസമെല്ലാം ലോകത്തിന്റെ ഈ നമ്മൾ ആദ്യം കണ്ട റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഫെയ്ത്താണ് പല ആൾക്കാരുടെ ഉള്ളിലുള്ളത്. അവർക്ക് യഥാർത്ഥമായ ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. യഥാർത്ഥമായി ദൈവത്തിന്റെ ആത്മീകമായ കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നില്ല. അതെന്താ കാണാൻ കഴിയാത്ത? അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നാം എന്താണ് പ്രസംഗിക്കേണ്ടത്? ദൈവമാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ തുറക്കേണ്ടത്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ സുവിശേഷം കേൾക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 10:9 വാക്യം, യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്ത് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. ദൈവത്തിന്റെ നാമം. നമ്മൾ എന്താണ് ഇന്ന് നമ്മുടെ റെസ്പോൺസിബിലിറ്റി? നിക്കോദീമോസ് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, താൻ ഇനി എന്ത് ചെയ്യണം എന്ന്. അപ്പൊ തന്റെ റെസ്പോൺസിബിലിറ്റി എന്തുവാണെന്ന് ചോദിക്കുന്നു. അപ്പം നിക്കോദീമോസ് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് നിക്കോദീമോസിനോട് പറയുന്നത്, മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു, അവനെ നോക്കി വിശ്വസിക്കുന്നവനെല്ലാം നിത്യജീവനുണ്ട്. അപ്പൊ ഇത് മാത്രമാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ നോക്കി വിശ്വസിക്കുക, ദൈവം നമ്മളെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുക, അവൻ നമ്മളെ കൈവിടത്തില്ല എന്ന് വിശ്വസിക്കുക, കർത്താവ് നമ്മളെ രക്ഷിക്കും, അവന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകും. യഥാർത്ഥമായൊരു വിശ്വാസം നമുക്ക് വരണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വരിക തന്നെ വേണം. അപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കും? ഇത് സുവിശേഷം നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ഈ പ്രവർത്തിക്കുന്ന ആരുടെ ഉള്ളിലാണ്? മുന്നറിഞ്ഞവർ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവത്താൽ മുൻനിയമിക്കപ്പെട്ടവർ, ദൈവം പിതാവ് കൃപ കാണിക്കുന്നവർ. അവരാരാണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ലോകത്ത് മുഴുവനും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. അത് ദൈവത്തിന്റെ ധർമ്മം, ദൈവത്തിന്റെ നമ്മുടെ മേലുള്ള ദൈവം തന്നിരിക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ്. എന്നാൽ വിളിക്കപ്പെട്ടവരുടെ അടുത്തേക്കാണ് ഈ സുവിശേഷം അവരുടെ ഹൃദയങ്ങളെ തുറക്കപ്പെടുകയും അവരുള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വരികയും ഈ വചനം ജീവനായി മാറുകയും അവർ വീണ്ടും ജനിച്ചവർ കർത്താവിന്റെ യഥാർത്ഥമായ കാഴ്ചകൾ കാണുകയും അതിനൊത്തവണ്ണം ഓടുകയും ആ വിശ്വാസത്താൽ അവർ അവസാനം വരെ പൊരുതി ഓടുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് വിശ്വാസം അവരിൽ ജീവനായി വെളിപ്പെട്ടു വരുന്നത്. ഇങ്ങനെയാണ് വിശ്വാസം മറുപടിയിൽ വരുന്നത്. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെ ഈ വിശ്വാസത്താൽ നിറയ്ക്കട്ടെ. ഈ വിശ്വാസം ആത്മാവില്ല എന്ന് തോന്നുന്നു, ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ ആത്മാവിനെ അധികമായി നമുക്ക് ധാരാളമായി നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു. രക്ഷ ഉറപ്പില്ലാത്തവർ കർത്താവിന്റെ യഥാർത്ഥമായ അവനിലേക്ക് നോക്കാം, രക്ഷയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ രക്ഷിക്കും. അത് അവന്റെ വാഗ്ദത്തമാണ്.
ദൈവം നമ്മൾ കരുണാവാനാണ്, അവൻ നമുക്ക് കരുണ നൽകും. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.